Yes, sir. I already sent that mail. Okay. Both of them are here. Sure, sir. Tina, Ritu, both of you can go inside. Take your seats. ചായയുടെ പറ മോനെ, എന്താ കാര്യം? ഒന്നുമില്ല. പതിവില്ലാത്തൊരു സ്നേഹമാണല്ലോ. കാര്യം പറ. അതെ മോളെ, മോള് വേണേ നാളെ ഒന്ന് വീട്ടിൽ പോയിട്ടോ. അപ്പനമ്മനെ കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ നാളത്തെ കാര്യം? നാളത്തെ കാര്യം അത് തന്നെ, അവക്ക് തീരെ വയ്യ. അതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം പോകാം. ഞാൻ എല്ലാം കേട്ടായിരുന്നു. നിനക്ക് നാണമില്ലല്ലോടാ അവളെ താങ്ങി നടക്കാൻ. എല്ലാം കേട്ടായിരുന്നല്ലേ, എന്റെ ഒരു ഗതികേട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അത് കണ്ടിട്ടാ ഞാൻ അവളെ കെട്ടിയത് തന്നെ. അയ്യടാ, അല്ലാണ്ട് അവളെ തൊലി വെളുപ്പ് കണ്ടിട്ടല്ല. പിന്നെ ഫ്രണ്ട്സ് അതൊക്കെ അങ്ങ് പഠിക്കുന്ന കാലത്ത്. ഏത് നേരത്താണോ എന്തോ. നിന്നോട് ഞാൻ പറഞ്ഞോ അവളെ പോയി കെട്ടാൻ? ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. അനുഭവിച്ചോ? എടി ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? തിളച്ച ചായ എടുത്ത് ഞാൻ മൂത്തൊഴിക്കും. എഴുന്നേറ്റ് പോടെ. കുടി കുടി. പിന്നെ നാളത്തെ കാര്യം അവളോട് പറയാൻ നിൽക്കണ്ട. പറയാൻ പറ്റിയൊരു സാധനം. ഒന്ന് പോടേ. എന്നാടി പേടിപ്പിച്ച് കൊല്ലോ നീ? എന്താ അവളുടെ ഉദ്ദേശം? ആരുടെ? നിങ്ങളുടെ പെങ്ങളുടെ. അവളെന്താ ഇത്? ഇത് കണ്ടോ? ട്രിപ്പ് മോഡ് ഓൺ വിത്ത് മൈ ബ്രോ. നമ്മുടെ ട്രിപ്പിൽ അവൾക്ക് എന്താ കാര്യം? നമ്മൾ പോണ കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു? എടി അത് ഞാനാ പറഞ്ഞെ. തനിക്ക് എന്തോ വട്ടാണോ? എടി അവളും കൂടെ വന്നോട്ടെ, അവളുടെ പാവല്ലേ. പിന്നെ പാവം ദേ നമ്മുടെ കൂടെ അവളെങ്ങാനും ട്രിപ്പിൽ വന്നാലുണ്ടല്ലോ, ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ ഇറങ്ങും. പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി പോയാ മതി. ശരി, അവളെ കൊണ്ടുപോകുന്നില്ല. ഇനി അതിന്റെ പേരിൽ എന്റെ അടുത്ത് ദേഷ്യപ്പെടല്ലേ പ്ലീസ്. ഞാനിനി അവളോട് എന്ത് പറയും? അതെനിക്കറിയണ്ട, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ആ ശരി. പിന്നെ നാളത്തെ കാര്യം ഞാൻ അവളോട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പറയാൻ പറ്റിയൊരു സാധനം. ഒരു തണ്ടാൻ പോയിട്ട് വന്നു. എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ? ആ മൊഴിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞാ നീ താങ്ങില്ല. എടി എടി മതി മതി, രണ്ടാളും നിർത്തുവോ? ബാക്കി നാളെ. ടീന പോയി കിടക്ക്. ടീന ഒന്ന് പോയി കിടക്ക്. കടത്തി തരാം ഞാൻ. കഷ്ട. അപ്പൊ എങ്ങനെയാ, തുടങ്ങിയാലോ? സോ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഒരു കസ്റ്റമറും ഒരു സ്റ്റാഫും തമ്മിലുള്ള കോൺവെർസേഷൻ. ഒരു കസ്റ്റമർ ഇവിടെ വരുമ്പോൾ എന്തൊക്കെ ചോദിക്കും, ഒരു സ്റ്റാഫ് അതിനെങ്ങനെയൊക്കെ റിപ്ലൈ കൊടുക്കും, അങ്ങനെ ഒരു ഡെമോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ബ്രോഷർ. വേണമെങ്കിൽ ഒരു 5 minutes ടൈം എടുത്തോ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. So let's start and all the best. ഹലോ മാം, ഗുഡ് മോർണിംഗ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? റീത്തു, ആദ്യമായിട്ട് ഒരാളെ കാണല്ലേ, ഒന്ന് ചിരിച്ചൊക്കെ സംസാരിച്ചാൽ നല്ലതായിരിക്കും. നീ കൂടുതൽ ചിലക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഇതൊന്നും അറിയാണ്ടാ വന്നിരിക്കുന്നത്. ടീന, അവള് ചോദിക്കും, ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ആൻഡ് ദിസ് ഈസ് നോട്ട് യുവർ ഹോം, ദിസ് ഈസ് മൈ ഓഫീസ്. ഓക്കെ? ഓ ആയിക്കോട്ടെ. ഓക്കെ, ഒന്നുകൂടെ പോ. ഹലോ മാം, ഗുഡ് മോർണിംഗ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എനിക്ക് നിങ്ങളുടെ കമ്പനി പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയണം. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ? പറയാൻ സൗകര്യമില്ല. റീത്തു,
നീ കൂടുതൽ ചിലക്കണ്ട. നിനക്ക് ഇനി എന്തൊക്കെ അറിയണോടി? ചോദിക്ക്. മര്യാദക്ക് സംസാരിച്ചോ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കൈ പൊക്കി പറഞ്ഞാൽ ഞാൻ അങ്ങ് തരും. പണ്ടിട്ട് ഓർമ്മണ്ടല്ലോ. നീ ഓർമ്മിപ്പിച്ചത് നന്നായി. നീ എന്നെ അടിക്കുമല്ലോ. അപർണ, നീ എന്താ ഇവിടെ? അപ്പു, നീ ടേബിളിന്റെ അടിയിൽ കയറി വിളിച്ച് എന്റെ വൈഫ് പോരും. ഇന്നലെ അയച്ച മെയിൽ റിപ്ലൈ വന്നിട്ടുണ്ട്. I will check it. You go. ഹലോ, കുട്ടിയുടെ പേരെന്താ? മൈ നെയിം ഇസ് അപർണ. നീ പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുവാണോ? അങ്ങനെ വെച്ച് ഓഫീസിൽ അഭിഹിതം വെച്ചിട്ടാണോ വൈഫിനെ ഇന്റർവ്യൂവിന് കൊണ്ടുവരുന്നത്? അതങ്ങനല്ല. നീ എന്തോ ചെയ്, ഞാൻ പോവാ. ഇങ്ങനെ ഒരു പൊട്ടൻ ചേട്ടനാണല്ലോ എനിക്ക് കിട്ടിയത്.